ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് 2025 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ആദ്യം നമ്മൾ ഇൻഫിനിക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് GT30 Pro എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പം ഇതിൽ MediaTek Dimensity 8350 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ 5500 mAhന്റെ ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. 108+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ ലാവയുടെ ലാവ സ്റ്റോം ലൈറ്റ് 5G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സർ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 10,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ 6.78 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നതായിരിക്കും. ബാക്കി ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. വില 10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. പിന്നെ മെയ് 13 സാംസങ് S25 Edge എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻസ് വന്നിട്ടില്ല, പക്ഷേ മെയ് 13 ലോഞ്ച് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം ഇത് സാംസങ്ങിൻ്റെ വളരെ തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഇപ്പം 163 ഗ്രാം മാത്രമായിരിക്കും വെയിറ്റ് വരിക. അതുപോലെ തന്നെ തിക്നെസ് 5.8 mm മാത്രമായിരിക്കും വരിക. പിന്നെ ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. Snapdragon 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. 200+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 3900 mAhന്റെ ബാറ്ററി വരുള്ളൂ. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വില ഒരു 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. പിന്നെ സാംസങ്ങിൻ്റെ F56 5G എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൽ 6.74 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ വരും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. Exynosൻ്റെ 1480 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5000 mAhന്റെ ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരും. 28,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. ഇത് സാംസങ് M56 5G എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. പിന്നെ മോട്ടോറോളയുടെ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോട്ടോ റേസർ 60, അതുപോലെ തന്നെ 60 Ultra എന്നീ ഫോണുകൾ ഗ്ലോബൽ മാർക്കറ്റിൽ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫോണുകൾ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നേക്കാം. ഇതിൽ മോട്ടോ റേസർ 60 എന്ന സ്മാർട്ട് ഫോണിൽ 6.9 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ പുറത്ത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 3.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 7400X എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 4500 mAhന്റെ ബാറ്ററിയും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില ഒരു 45,000 to 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ ഇതുകൂടാതെ മോട്ടോ റേസർ 60 Ultra എന്നുള്ള സ്മാർട്ട് ഫോണും ഈ മാസം ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിലോട്ട് വരുമ്പം 7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇത്. പിന്നെ 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. Snapdragon 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരും. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. 4700 mAhന്റെ ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടും 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില നമുക്ക് 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഐക്യൂയുടെ ഭാഗത്ത് നിന്ന് iQOO Neo 10 എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ MediaTek Dimensity 9400 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 6100 mAhന്റെ ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില ഒരു 40,000-45,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. പിന്നെ OnePlusൻ്റെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. OnePlus 13S എന്ന സ്മാർട്ട് ഫോൺ
ഈ മാസം ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിൽ 6.32 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ് വരുന്നതായിരിക്കും. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നതായിരിക്കും. 50+50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ 6260 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. ഡിസ്പ്ലേ സൈസ് കുറവാണെന്നുണ്ടെങ്കിലും നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൻ്റെ വില നമുക്ക് ഒരു 50,000-55,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ OnePlusന്റെ Nord C5 എന്ന സ്മാർട്ട് ഫോണും ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. MediaTek Dimensity 8350 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 50+8 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ വളരെ കൂടിയ 7100 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഈ ഒരു ഫോണിൻ്റെ വില നമുക്ക് ഒരു 25,000-28,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പോക്കോയുടെ ഭാഗത്ത് നിന്ന് പോക്കോ F7 എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇതിൽ 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്നാപ്ഡ്രാഗൺ 8S Gen 4 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 50+8 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ വളരെ കൂടിയ 7550 mAh ബാറ്ററി ഇതിൽ വരും. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ ഇത് കൂടാതെ പോക്കോ F7 Ultra എന്ന സ്മാർട്ട് ഫോണും ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ വരുന്നതായിരിക്കും. 50+50+32 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5300 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ഒരു ഫോണിൻ്റെ വില നമുക്ക് ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് റിയൽമി GT7 അതുപോലെ തന്നെ GT70 എന്നീ ഫോണുകൾ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ റിയൽമി GT7 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. MediaTek Dimensity 9400+ എന്ന പ്രോസസ്സറായിരിക്കും വരിക. 50+8 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ വളരെ കൂടിയ 7200 mAh ബാറ്ററി വരും. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില നമുക്ക് ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ റിയൽമി C75 5G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 6000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. MediaTek Dimensity 6300 എന്ന പ്രോസസ്സർ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. വില 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ചില ഫോണുകൾ. ഇപ്പം ഇതിൽ ഞാനേതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.